നമസ്കാരം. ഇടവമാസത്തിലൂടെയാണ് നാം ഏവരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടവമാസവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പ്രവചനങ്ങൾ പ്രകാരം ഇടവമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് പ്രധാനമായും ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ വിജയങ്ങൾ, കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ദൈവാനുഗ്രഹത്താൽ തീർച്ചയായും ഇവർക്ക് ഇത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഒരു മാസമാണ് ഇടവമാസം എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ സൗഖ്യം, കുടുംബസൗഖ്യം, മറ്റ് രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ്. കൂടാതെ പ്രതീക്ഷിക്കാതെ ലോട്ടറി ഭാഗ്യം, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുക, കൂടാതെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുകയും സമ്മാനമായ ആഭരണങ്ങൾ അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ വ്യക്തികളാണ് ഇവർ. ഇടവമാസത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ജ്യോതിഷ പ്രവചനങ്ങൾ പ്രകാരം മകീര നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനും അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടുമാകാം, അല്ല മറ്റ് തരത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതുമാകാം. ഇവർക്ക് ഇത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള തുക കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്യാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ള കാര്യമല്ല. ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ എന്ത് കാര്യമാണ് എങ്കിലും അമിതമായ ദോഷമാണ്. വന്നു ചേരുന്ന ധനം നിങ്ങളെ അശ്രദ്ധയാൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കുക. ഒരിക്കലും അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷ പ്രവചന പ്രകാരം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. എപ്രകാരമാണ് ധനം വന്നു ചേരുക എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ധനം പ്രതീക്ഷിക്കാം. കൂടാതെ ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. എന്നാൽ അനാവശ്യമായ തിടുക്കം, അശ്രദ്ധ എന്നിവ നിങ്ങൾക്ക് അപകടങ്ങൾക്ക് കാരണമായി തീരാം. അതായത് ധനപരമായ തടസ്സങ്ങളാണ് അപകടമായി ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളോട് അമിതമായ ആസക്തി വന്നു ചേരുകയും ധനം നഷ്ടമാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഒന്നും ആവശ്യത്തിൽ കൂടുതലാകരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുക. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ മാസം അനുകൂലമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷ പ്രവചനങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും കടന്നു വരാം. അത്തരത്തിലുള്ള ചില ധനസ്രോതസ്സുകളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത്
പ്രതീക്ഷിക്കാതെ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഇത്തരത്തിലും ധനം വന്നു ചേരാം. കൂടാതെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൈവായ്പ നൽകിയ പണം തിരികെ ലഭിക്കും. തിരികെ ലഭിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ അത്തരം ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ് പരമായി പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം. എന്നാൽ ഈ സമയം ധനം വരുന്നത് പോലെ തന്നെ പോകുവാനും സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ അശ്രദ്ധയാലും തിടുക്കത്താലും മറ്റു വ്യക്തികളുടെ ചതിയാലുമാകാം. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു. ഒരു കാര്യവും അമിതമാകുവാൻ പാടുള്ളതല്ല. ആവശ്യത്തിൽ കൂടുതൽ പല കാര്യങ്ങളും വന്നു ചേരുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാകുന്നു. അതിനാൽ എടുത്തു ചാടി ആരുടെയും വാക്കുകേട്ട് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. നിങ്ങൾ സ്വയം ചിന്തിച്ച് അനുകൂലമാണ് എങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇടവമാസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കും മറ്റു രീതിയിലുള്ള ആനുകൂല്യങ്ങളും അത്ഭുതകരമായ ഗുണകരമായ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ പല വഴികളിലൂടെയാണ്. അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. കർമ്മമേഖലയിൽ വിജയം പ്രതീക്ഷിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൈവായ്പകൾ തിരികെ ലഭിക്കാവുന്നതാണ്. സഹായധനം ലഭിക്കാവുന്നതാകുന്നു. കൂടാതെ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ ധനം പല വഴികളിലൂടെയും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ ദിവസങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വന്നു ചേരുന്നത് ഏതു തരത്തിലുള്ള അവസരമാണ് എങ്കിലും അത് ഈശ്വരനായി നൽകുന്ന കാര്യമാകുന്നു. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഭാവിയിൽ ഗുണകരമായേക്കാവുന്ന ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നിക്ഷേപങ്ങളാകാം. അതുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളിലൂടെയും ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായി അനുകൂലമായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവർക്ക് ഇടവമാസം അനുകൂലമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഈശ്വര കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരാം. ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാകുന്നു. ലോട്ടറിയിൽ നിന്നും ധനം പ്രതീക്ഷിക്കാതെ വന്നു ചേരാം. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കാം. സമ്മാനങ്ങൾ നേടാം. കൈവായ്പ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ കൈവായ്പ തിരികെ ലഭിക്കാം. കൂടാതെ ഈ സമയം പ്രധാനമായും ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുകയും അതുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുകയും ചെയ്യാം. സഹായധനം പ്രതീക്ഷിക്കാം. കൂടാതെ വളരെ കാലമായി തിരികെ ലഭിക്കാത്ത ധനം തിരികെ ലഭിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന രീതിയിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകളാൽ ഈ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ സമയം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ ചിന്തയോടെ പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ കൊയ്യാം.
ഈ സമയം തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന ധനം നഷ്ടമാകുവാനുള്ള സാധ്യതയുമുണ്ട്. അത് അനാവശ്യമായ തിടുക്കം, ചിന്തയില്ലാതെ പ്രവർത്തിക്കുക, കൂടാതെ മറ്റൊരു വ്യക്തിയുടെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോവുക, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാം. അതിനാൽ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന് 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കുറയില്ല എന്നതാണ് പ്രധാനമായും ഇടവമാസത്തിലെ പ്രധാനപ്പെട്ട ഫലം. സഹായധനങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. പല രീതിയിലൂടെയും ധനം വന്നു ചേരും എന്നതാണ് വാസ്തവം. പ്രധാനമായും സഹായവുമായി ബന്ധപ്പെട്ട് ധനം ലഭിക്കാം. നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാം. കൂടാതെ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും കയ്യിൽ ധനം വരാം. ബിസിനസ്, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളാൽ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ മാത്രമാണ് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക. പല വ്യക്തികളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും അതുമൂലം ധനനഷ്ടം സംഭവിക്കാം. എന്നാൽ എന്ത് കാര്യവും അമിതമാകുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. സ്വയം ചിന്തിച്ച് ആ കാര്യം എനിക്ക് അനുകൂലമാകുമോ എന്ന് 2 വട്ടം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ലക്ഷ്മി നാരായണ കടാക്ഷം കൂടി ഉള്ളതിനാൽ ജ്യോതിഷ പ്രവചന പ്രകാരം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ കൊയ്യാം. അശ്രദ്ധയാലും മറ്റ് വ്യക്തികളുടെ ചതിയാലും ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ആലോചിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാൻ പാടൂ. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും അഥവാ ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ്. ജ്യോതിഷ പ്രവചന പ്രകാരം ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുവാൻ സാധിക്കുന്നത്.